ഹലോ, ഞാൻ ജെ കെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലേയിങ് വിത്ത് പിക്സൽസ്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും നമ്മളുടെ ഈ ചാനലിൽ വീഡിയോസായിട്ട് വരുന്നത്. അതിൻ്റെ കുറച്ച് ടെക്നിക്കലും സോഫ്റ്റ്വെയർ സൈഡ് എല്ലാവരും നമ്മൾ ട്യൂട്ടോറിയലായിട്ട് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യും. സോ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് പ്ലേയിങ് വിത്ത് പിക്സൽസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ. ഇതൊരു ഓഫ് റോഡ് വണ്ടിയുടെ ബലൂൺ ടയേഴ്സിൻ്റെ ഒരു കിടിലൻ വിഷ്വലാണ്. ഇത് നമുക്ക് കുറച്ചും കൂടെ എങ്ങനെ ബെറ്ററാക്കി ഒരു ഡ്രമാറ്റിക് ഫീൽ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. ഇതിപ്പോൾ പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഇമേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോ അത് നമുക്ക് എഡിറ്റ് ചെയ്ത് ആ ഒരു കുറച്ചും കൂടി എസ്തെറ്റിക്സ് ഒക്കെ ഒന്ന് കൂട്ടാം. അതിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു ലുക്കാണ് ഈ ഫോട്ടോന് വേണ്ടത്. സോ നമുക്ക് അതിലേക്ക് എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കളർ ടാബിൽ നിന്നാണ്. നമുക്ക് കളർ ടാബ് സെലക്ട് ചെയ്യാം. ആ കളർ മിക്സ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുകളിലായിട്ട് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്നിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാച്ചുറേഷൻ ഒരു 80% കുറച്ചിട്ട് ബാക്കി എല്ലാ എഡിറ്റിങ്ങും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കളർ മിക്സ്ചറിൽ പോയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കളറിൻ്റെ സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്യാം. ബട്ട് നമുക്കിവിടെ ഇതൊരു പ്രീസെറ്റായിട്ട് സേവ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തിടുക. സോ ഏത് ഇമേജിൽ ഇത് അപ്ലൈ ചെയ്താലും നമുക്ക് സിമിലർ റിസൾട്ടേ കിട്ടുള്ളൂ. നമ്മൾക്ക് ഏതാണ് കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് ഫോളോ ചെയ്യാം. സോ സ്റ്റാർട്ടിങ് തന്നെ റെഡാണ് വരുന്നത്. ഇമേജിൽ റെഡൊന്നും ഇല്ലാത്തതുകൊണ്ട് റെഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഓറഞ്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഓറഞ്ച് ആകെ ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് സാച്ചുറേഷൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളൊരു 45 സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ ലൈറ്റിൻ്റെ ലൂമിനൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ആ ലൂമിനൻസ് ഒരു 60 സെറ്റ് ചെയ്തു. ഇനി നമുക്ക് യെല്ലോയിലേക്ക് പോവാം. യെല്ലോയിൽ നമുക്ക് ആ പാർക്കിംഗ് ലോട്ടിൻ്റെ ആ ഒരു ഡിവൈഡർ കാണാൻ പറ്റും. അതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് ഡിക്രീസ് ചെയ്യാം. സോ അത് നമുക്കൊരു 55 ഓക്കെ, 55 മതിയാവും. ഇനി അതിൻ്റെ ലൂമിനൻസ് ഒന്ന് കൂട്ടാം. അങ്ങനെ നമ്മൾ യെല്ലോൻ്റെ ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്തു ഒരു 59 വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞത് നമുക്ക് ഗ്രീനിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഗ്രീന് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്യാൻ ഓക്കെ 80 വെച്ചു. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡേ അവിടെ ഉള്ളൂ. അത് നമുക്ക് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാം. അത് കഴിഞ്ഞ് അക്വ സെലക്ട് ചെയ്തു. സോ അതിൻ്റെ സാച്ചുറേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്തു 13. അത് കഴിഞ്ഞ് ലൂമിനൻസ് -100 സെറ്റ് ചെയ്തു. ബ്ലൂ സെലക്ട് ചെയ്തു. നമുക്ക് ഫസ്റ്റ് തന്നെ അതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ -53 കുറച്ചത്. നമുക്കതിൻ്റെ ലൂമിനൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യണ്ട. സോ നമ്മുടെ ഈ ഇമേജിൽ പർപ്പിളൊന്നും കാണാത്തതുകൊണ്ട് നമുക്ക് അതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. അഥവാ ഇനി എന്തെങ്കിലും പർപ്പിൾ ഷെയ്ഡിലുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഹ്യൂ -100 ഒന്ന് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ബ്ലൂവിൻ്റെ ഏതെങ്കിലും ഒരു ടോണിലേക്ക് മാറിക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വയലറ്റ് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ നമ്മൾ ഹ്യൂ -100 ആക്കുക. എന്തെങ്കിലും അങ്ങനെ ഒരു ടോൺ ഉണ്ടെങ്കിൽ അത് ബ്ലൂവിലേക്ക് കൺവേർട്ട് ആയി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണത്. അങ്ങനെ നമ്മുടെ കളർ മിക്സ്ചറിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കളർ ടാബിലുള്ള ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. അപ്പോൾ കളർ ടാബിൻ്റെ മുകളിലായിട്ട് നമുക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ആ 3 ഡോട്ട്സ് അതിൽ സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ഷാഡോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസിൻ്റെ കളേഴ്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് കളർ ഗ്രേഡിങ്ങിൽ ഷാഡോസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഹ്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അത് നമ്മളൊരു 224 അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അതിൻ്റെ സാച്ചുറേഷൻ നമ്മൾ കൂട്ടും. അത് നമ്മളൊരു 8 ആഡ് ചെയ്ത് വെച്ചു. അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് മിഡ് ടോൺ. അതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ഈ ഇമേജ് വെച്ച് നോക്കുമ്പോൾ. സോ നമുക്ക് നേരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് പോവാം. സോ ഹൈലൈറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹ്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്തു.
അപ്പോൾ നമ്മളൊരു 200 വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യാം. സോ സാച്ചുറേഷൻ നമ്മൾ കൂട്ടി +9 ആക്കി. അത് കഴിഞ്ഞിട്ട് ലൂമിയൻസ് ഡിക്രീസ് ചെയ്തു, -100 ആക്കി. ഇനി ബ്ലെൻഡിങ് കൂട്ടാം. ബ്ലെൻഡിങ് +100 ആ ബ്ലൂ ഷെയ്ഡ് കൂടുതൽ എടുത്തു വരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കളർ ഗ്രേഡിങ്ങിൽ ചേഞ്ചസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കളർ ടാബിലെ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മൾ ടിൻ്റ് ഒന്ന് കൂട്ടുക, റെഡിൻ്റെ അടുത്തേക്ക് ആക്കി. സോ അതൊരു +5 അത് മതി, ഒരു ബേസിക് റെഡ് ഫീൽ മതി. അത് കഴിഞ്ഞ് വൈബ്രൻസ് നമ്മൾ 35 കൂട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് സാച്ചുറേഷൻ കുറച്ചൊന്ന് കൂട്ടാം, +6 മതിയാവും. ഓക്കെ, ഇപ്പോൾ ഈ ഇമേജിലെ കളേഴ്സൊക്കെ ഒന്ന് കുറച്ചൊന്ന് ബൂസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലൈറ്റ് ടാബിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പോകുന്നു. ഇനി നമുക്ക് എക്സ്പോഷർ ഒന്ന് കുറയ്ക്കാം. -0.87 എക്സ്പോഷർ നമ്മൾ കുറച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. കോൺട്രാസ്റ്റ് നമ്മൾ ഫുള്ളാക്കിയത് 100 ആക്കി. അത് കഴിഞ്ഞ് ഹൈലൈറ്റ്സ് മാക്സിമം കുറയ്ക്കാം. ഹൈലൈറ്റ്സ് -100 ആക്കി. ഇനി നമ്മൾ ഷാഡോസ് ഒന്ന് കുറയ്ക്കാം. അതിന് വേണ്ടി നമ്മൾ ഷാഡോസ് ഇൻക്രീസ് ചെയ്യുക ചെയ്യണേ. സോ +82 ഷാഡോസും അഡ്ജസ്റ്റ് ചെയ്തു. ഇനി വൈറ്റ്സ്, ആ വൈറ്റ് ആയിട്ടുള്ള പോർഷൻസിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ്സ് നമ്മൾ കൂട്ടി 33 വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലാക്ക്സ് ഒന്ന് കുറയ്ക്കാം. ആ ഒരു ടോണൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക്സ് കുറച്ചു. ഓക്കെ, 52 മതിയാവും. ഇപ്പോൾ നമുക്ക് നല്ല കോൺട്രാസ്റ്റ്, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ലൈറ്റ് കർവ് കാണാൻ പറ്റും. സോ അതിൽ നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് ആ മിഡ് ടോൺ ഒന്ന് കൂട്ടാൻ വേണ്ടി ലൈറ്റ് കർവിൻ്റെ ഏറ്റവും ബോട്ടം അടിയിലുള്ള പോയിന്റിന് നമ്മൾ ഒരു ഇത്തിരി ലിഫ്റ്റ് ചെയ്ത് വെച്ചു. ബാക്കി 2 പോയിൻറ്റ്സ് ഹൈലൈറ്റിലും മിഡ് ടോണിൻ്റെ നടുക്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മതിയാവും. ആ ഒരു ഫെയ്ഡഡ് ഫീൽ കിട്ടാൻ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്. പ്രീമിയം ടൂൾസ് യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പിക്സാർട്ടിലും സ്നാപ്സീഡിലും ഈ സിമിലർ എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്. അതിനായിട്ട് നമുക്ക് അഡോബിൻ്റെ ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ബ്ലർ എമൗണ്ട് എന്ന് പറഞ്ഞൊരു ടാബ് കാണും. അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊരു 26 സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫോക്കസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൻ്റെ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ടോപ്പിലുള്ള വിസിബിലിറ്റി ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് മതി. അതുകൊണ്ട് നമ്മളത് നമ്മുടെ ആ ട്രക്കിൻ്റെ വീലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് അപ്ലൈ കൊടുക്കും. അപ്പോൾ ഒരു പ്രോസസ്സിങ് നമുക്ക് കാണാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആർട്ടിഫിഷ്യലായിട്ട് അഡോബ് അപ്ലൈ ചെയ്യും. എന്നിട്ട് നമുക്കത് ഓക്കെ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എഫക്ട്സിലാണ്. സോ എഫക്റ്റ് ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ആദ്യം തന്നെ നമുക്ക് ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമ്മൾ 45 സെറ്റ് ചെയ്തു. ഇനി ഡിഹൈസ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫെയ്ഡഡ് പോർഷന് കുറച്ച് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ഡിഹൈസ് നമ്മൾ 35 ആഡ് ചെയ്തു. ഇനി വരുന്ന സെക്ഷനാണ് വിനിയാറ്റ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് വരാൻ വേണ്ടി വിനിയാറ്റ് നമ്മൾ കുറച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് ഫോക്കസ് റിങ് കാണാൻ പറ്റും. സോ വിനിയാറ്റിൻ്റെ എമൗണ്ട് നമ്മളൊരു 24 വെച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ മിഡ് പോയിൻ്റ് മാക്സിമം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഫെദർ മാക്സിമം ഇൻക്രീസും ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് റൗണ്ട്നെസ് ആണ്. ആ ഒരു ഫോക്കസ് റിങ് കറക്റ്റായിട്ട് വരാൻ വേണ്ടി റൗണ്ട്നെസ് നമ്മൾ ആഡ് ചെയ്തു +44. അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ സബ്ജക്റ്റും തമ്മിലുള്ളൊരു ഡിഫറൻസും ആ ഒരു ഫോക്കസ് റിങ്ങും ക്രിയേറ്റ് ആയി. അടുത്തായിട്ട് ഗ്രെയിൻസ് ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഗ്രെയിൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 21 സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രെയിൻസിൻ്റെ സൈസ് ആഡ് ചെയ്തു 31 ആക്കി.
ഇനി റൗണ്ട്നെസ് അതും കുറച്ച് നമുക്ക് കൂട്ടാം, 60 ആക്കി. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം നമ്മുടെ ഇമേജിലൊരു ഗ്രെയിൻ ടെക്സ്ചർ ആഡായിട്ട് വന്നിട്ടുണ്ട്. സോ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഡീറ്റെയിലിംഗ് ആണ്. അതിന് നമ്മൾ ഡീറ്റെയിലിംഗ് ടാബ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മൾ ഷാർപ്നെസ് കൂട്ടുകയാണ്. സോ ഷാർപ്നെസ്സിൻ്റെ എമൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തു, ഒരു 99 എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനെ നമ്മൾ ഇൻക്രീസ് ചെയ്തു 45. ലാസ്റ്റായിട്ട് അതിൽ മാസ്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനെ നമ്മൾ ഇൻക്രീസ് ചെയ്തു 17 വെച്ചു. ഇപ്പോൾ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു സർഫേസ് അവിടെ ഫോം ചെയ്യും. സോ അങ്ങനെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വരുന്നതാണ് നോയ്സ്. സോ നോയ്സ് റിഡക്ഷൻ നമ്മൾ ആഡ് ചെയ്തു, 51 സെറ്റ് ചെയ്തു. ഡീറ്റെയിലിംഗ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, ഒരു 82 ആക്കാം. ഇപ്പോൾ സ്മൂത്ത്നെസ്സും വരും, ആ ഒരു ഷാർപ്നെസ്സും ആഡായി വരും. കോൺട്രാസ്റ്റ് നമ്മൾ 12 ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് കളർ നോയ്സ് റിഡക്ഷൻ ചെയ്യാം. കളർ നോയ്സ് റിഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, 55 ആക്കി. ഡീറ്റെയിലിംഗ് കുറച്ച് കൂട്ടി, ഒരു 71 വെച്ചു. സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. സോ നമുക്ക് അടുത്ത ഓപ്ഷനായ ഒപ്റ്റിക്കൽ ടാബിലേക്ക് പോവാം. എന്നിട്ട് അതിൽ റിമൂവ് ക്രോമാറ്റിക് ആബ്രിയേഷനും ലെൻസ് കറക്ഷനും ഓണാക്കാം. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ലെൻസിൻ്റേതായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ എനേബിൾ ലെൻസ് കറക്ഷൻ ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഏത് ഫോണിലാണോ എടുത്തതെന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ഫോട്ടോനെ എഡിറ്റ് ചെയ്യും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാസ്കിംഗ് ആണ്. നമുക്ക് വണ്ടിയുടെ വീൽസിനൊന്ന് എൻഹാൻസ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ മാസ്കിംഗ് ടാബ് സെലക്ട് ചെയ്തു. അതിൽ റേഡിയൽ ഗ്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. വീലൊരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് റേഡിയൽ ഗ്രേഡിംഗ് വെച്ച് ഈസി ആയിട്ട് അത് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ സർക്കിൾ സെലക്ട് ചെയ്തു. ഇനി അതിൻ്റെ റേഡിയസ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ലൈറ്റ് ടാബിലേക്ക് ഇരുന്നു. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ വീൽസ് ഒന്ന് ബ്രൈറ്റ്നപ്പായി വരുന്നത് വരെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ വീലിൻ്റെ ടെക്സ്റ്റ് ഒന്ന് ബ്രൈറ്റ്നപ്പ് ചെയ്തെടുക്കാനാണ്. അതിന് നമ്മൾ ബ്രഷ് ടൂൾ യൂസ് ചെയ്തു. ആ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഡ്രോ ചെയ്തെടുത്തു. എന്നിട്ട് നമുക്കിനി സെറ്റിങ്സിൽ കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്തു. ഇനി നമുക്ക് ലൈറ്റിൽ എക്സ്പോഷർ കൂട്ടാം. അങ്ങനെ നമ്മുടെ പിക്ക് കംപ്ലീറ്റ് ആയി. സോ ഇതുപോലുള്ള മൂടി ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഗാരേജ് ഷോട്ട്സിനും എല്ലാവരുമായിട്ട് ഈ സെറ്റിങ്സ് ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലുള്ള ട്യൂട്ടോറിയലായിട്ട് ഇനിയും കാണും വരെയും ദിസ് ഇസ് GK സൈനിങ് ഓഫ് ഫ്രം പ്ലേയിങ് വിത്ത് പിക്സൽസ്.